48 യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എക്സ്ട്രീമിൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുന്നത് ആദ്യം ഒരു യൂളർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. പിന്നെ അതിൻ്റെ 3 കേസുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രോബ്ലത്തിന് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ഒരു സംഗതി പറയുന്നത് ഒരു പ്രാവശ്യം എസ് ആയിട്ട് 2017 ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും പറയാം. ഓക്കെ, y equal to y of x, the admissible function which minimize the integral I equal to integral x1 to x2 f of x y y dash dx. The problem is how to find such a function. Let eta of x be any function such that നമ്മൾ എന്തെടുക്കും, ഈറ്റ ഡബിൾ ഡാഷ് കണ്ടിന്യൂസ് ആണെന്നും ഈറ്റ ഓഫ് എക്സ് വണ്ണും ഈറ്റ ഓഫ് എക്സ് ടും 0 ആണെന്നും എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈറ്റ ഓഫ് എക്സ് വണ്ണ് 0, ഈറ്റ ഓഫ് എക്സ് ടും 0 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതെടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, വേറെ ഫംഗ്ഷൻ വൈ ബാർ കൺസിഡർ ചെയ്യാൻ പോകണം. ആൽഫ ഒരു പാരാമീറ്ററാണ് വേരിയബിൾ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായത് ചിലപ്പോൾ എന്തായി കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും, ചിലപ്പോൾ അത് വേരിയബിളായിട്ട് മാറും. അതാണ് പാരാമീറ്റർ. സോ ലെറ്റ് വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് എടുക്കും, ഇക്വേഷൻ 3 എന്ന് കൊടുക്കും. അപ്പോൾ ഈ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റെപ്രസെൻറ്റേറ്റീവ് പാരാമീറ്റർ ഫാമിലി ഓഫ് അഡ്മിസിബിൾ ഫംഗ്ഷനാണ്. പിന്നെ വൈയും മ്യൂവും ഒക്കെ എന്താണ് കണ്ടിന്യൂസ് ആണല്ലോ. സോ എന്താണ് വൈ ഡബിൾ ഡാഷും ഈറ്റ ഡാഷും എന്താണ് കണ്ടിന്യൂസ് ആണ്. സോ വൈ ഡബിൾ ഡാഷ് പ്ലസ് ഈറ്റ ഡബിൾ ഡാഷ് എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും. വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് എന്നല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈ ബാർ ഓഫ് എക്സ് വൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്, അതുപോലെ വൈ ബാർ ഓഫ് എക്സ് ടു കാൽക്കുലേറ്റ് ചെയ്യാണ്. വൈ ബാർ ഓഫ് എക്സ് വൺ എന്ത് വരും, വൈ ഓഫ് എക്സ് വൺ പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് വണ്ണും പിന്നെ വൈ ഓഫ് എക്സ് വൺ പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് വൺ എന്താ 0 അല്ലേ, കാരണം നമ്മൾ ആ രൂപത്തിലല്ലേ ഗ്രാഫ് എടുത്തിട്ടുള്ളത്. വൈ ഓഫ് എക്സ് വൺ ഈക്വൽ ടു വൈ ഓഫ് എക്സ് വൺ വരും, അതുപോലെ എന്ത് വരും, വൈ ഓഫ് എക്സ് ടു ഈക്വൽ ടു വൈ ടു എന്ന് വരും. ഇതാണ് എന്ത് ചെയ്യാലോ ഇ ഓഫ് ആൽഫ ഈറ്റ ഫിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇ ഓഫ് ആൽഫ ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ് ഓഫ് എക്സ് വൈ ബാർ ഡാഷ്. ഇതിൽ വൈ ബാർ നമ്മളവിടെ എടുത്തു, എന്താ വൈ ബാർ എന്ന വൈ ഓഫ് എക്സ് പ്ലസ് ആൽഫ ഈറ്റ ഓഫ് എക്സ് അല്ലേ, അതിവിടെ എടുത്തു. അതുപോലെ വൈ ബാർ ഡാഷ് എടുത്തു. വൈ ബാർ ഡാഷ് എന്ത് വരും, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കൊരു ഡാഷ് വരുന്നല്ലോ ഉള്ളൂ. വൈ ബാർ ഡാഷ് ഓഫ് എക്സ് പ്ലസ് ഈറ്റ ആൽഫ ഈറ്റ ഓഫ് ഡാഷ് എക്സ് എന്ന് വരും അല്ലേ. ഇനി ആൽഫ 0 ആവുമ്പോൾ എന്ത് സംഭവിക്കും, വൈ ബാറും വൈ ഓഫ് എക്സ് ഈക്വലും. കാരണം എന്താ, ആൽഫയുടെ 0 എടുക്കുമ്പോൾ 0 ഇൻറ്റു ഈറ്റ ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ എന്ത് വരും, വൈ ബാർ ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് വരും അല്ലേ. ഇനി ഐ ഓഫ് ആൽഫ എപ്പോഴാണ് മിനിമം കിട്ടുക, ആൽഫ 0 ആകുമ്പോൾ. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പോയിന്റിലാണ് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. നമ്മൾ കാൽക്കുലസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഫണ്ടമെൻ്റൽ തിയറം വേണ്ട, ഓക്കെ വേണ്ട. നമ്മൾ കാൽക്കുലസ് വെച്ചിട്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും, കാൽക്കുലസിലുള്ളതല്ലേ നമ്മൾ ഈ മിനിമം മാക്സിമം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുക, ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ഐ ഡാഷ് ആൽഫ കാണുകയാണ്. ഐ ഡാഷ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു ഡോ ബൈ ഡോ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് വൈ ബാർ ഡാഷ് എന്ന് വരും. പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ, അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ എന്തൊരു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഇൻറ്റു ഡോ വൈ ബാർ ഡാഷ് ഡോ വൈ ബൈ ഡോ ആൽഫ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ് ഡോ വൈ ബാർ ഡാഷ് ഡോ ആൽഫ എന്ന് വരും. ഇവിടെ ഡോ എക്സ് ബൈ ഡോ ആൽഫ 0 ആയാൽ വരും, കാരണം എന്താ ആ എക്സിൽ ആൽഫ ഇല്ല. സോ 0 എന്ന് വരും ഇവിടെ. പ്ലസ് ബാക്കി 2 ടേം അതേപോലെ എടുത്ത് താഴത്തേക്കിടുക. ഡോ ബൈ ഡോ വൈ ബാർ ബൈ ഡോ ആൽഫ എന്താ വരിക, ഡോ ഈറ്റ ഓഫ് എക്സ് വരും അല്ലേ. കാരണം വൈ ബാർ എന്നാണ് ആരാ, വൈ പ്ലസ് ആൽഫ ഈറ്റ എന്നാ. ഓക്കെ, സോ ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഡാഷ്, പിന്നെ ഇത് എന്ത് വരും, അപ്പോൾ ഈറ്റ ഡാഷ് എക്സ് വരും അല്ലേ. ഓക്കെ, ഐ ഡാഷ് ആൽഫ കാണാം. അപ്പോൾ എന്ത് വരും, ആ തന്നിട്ടുള്ള തൊട്ട് മേലത്തെ ആൾ എന്ത് വരും, ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക അല്ലേ. സോ അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു ഡോ എഫ് ബൈ ഡോ വൈ ഈറ്റ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു ഡോ എഫ് ബൈ ഡോ വൈ ബാർ ഈറ്റ ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇതിനെന്ത് ചെയ്യാമെന്നറിയോ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിവിടെ നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു നെഗറ്റീവ് പുറത്തേക്ക് എടുക്കുക, കമ്പൈൻ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു
d/dx ഓഫ് ഇതിനാദ്യം എടുത്തു, കാരണം നെഗറ്റീവ് പുറത്ത് കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആവില്ലേ, അപ്പോൾ ഇത് ആദ്യം എഴുതു, ഇത് രണ്ടാമത് എഴുതി. അപ്പോൾ ഇത് ഒരു ഇൻ്റഗ്രൽ x1 to x2 d/dx ഓഫ് ∂f/∂y ഡാഷ് മൈനസ് ∂f/∂y ഇറ്റ ഓഫ് x dx എന്ന് വരും, ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഈ സംഗതി ഇല്ലേ, നിങ്ങൾ നോക്കുക, ഈ d/dx ഓഫ് ∂f/∂y ബാർ മൈനസ് ∂f/∂y എന്ന് പറഞ്ഞിട്ടുള്ള അത് ഈക്വൽ ടു 0. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, യൂളർ ഇക്വേഷൻ എന്ന് പറയുക. ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കണത് ചിലപ്പോൾ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു 1 പാരാമീറ്റർ ഫാമിലി ഓഫ് അഡ്മിസിബിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, ഐ ഓഫ് ആൽഫ എടുക്കുക, മിനിമം എന്ന് പറയുക, ഐ ഓഫ് ആൽഫ മിനിമം ആവുക, അപ്പോഴാണ് ആൽഫ 0. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഐ ഡാഷ് ആൽഫ ഒക്കെ കാണുക. അപ്പോൾ അതായത് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ്റെ ഈ ആളെയാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂളർ ഇക്വേഷൻ പറയും. ഇനി ഇതിന് എന്ത് ചെയ്യാണ്, ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ പോവാണ്. അപ്പോൾ d/dx ഓഫ് ∂f/∂y ബാർ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വരും ∂/∂x ഓഫ് ∂f/∂y ബാർ dx/dx പ്ലസ് ∂/∂y ഓഫ് ∂f/∂y ബാർ dy/dx പ്ലസ് ∂/∂y ബാർ ∂f/∂y ഡാഷ് dy ഡാഷ് ബൈ dx ഇറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഈക്വൽ ടു ഉണ്ട് ഇവിടെ, ഇതിട്ടിട്ടില്ല, ഈക്വൽ ടു ∂/∂x ഓഫ് ∂f/∂y ഡാഷ് പ്ലസ് dx/dx 1 ആവില്ലേ, പിന്നെ ∂/∂y ഓഫ് ∂f/∂y ബാർ y ഡാഷ് dy/dx പ്ലസ് ∂/∂y ബാർ y ഡാഷ് ∂f/∂y ഡാഷ് dy ഡാഷ് അവിടെ y ഡാഷ് എന്നാൽ തന്നെ dy/dx അല്ലേ, അപ്പോൾ d²/dx² വരും. ഇനി ഈ സംഗതിന് ∂/∂x ഓഫ് പിന്നെ ഇതല്ലേ, ഇതിനെനിക്ക് എങ്ങനെ എഴുതാം, എഫ് വൈ ഡാഷ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫ് വൈ ഡാഷ് വൈ എന്ന് എഴുതാൻ പറ്റും. ബാക്കി പിന്നെ dy/dx അതിവിടെ എഴുതി. പിന്നെ ∂y ഇതിനൊന്നിച്ച് എഫ് വൈ ഡാഷ് എന്ന് എഴുതാം, പിന്നെ d²/dx². ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആളില്ലേ, ഇയാളിൽ ഫസ്റ്റ് സെക്കൻഡ് ഡെറിവേറ്റീവ് വരുന്നതിന് ഞാൻ ഫസ്റ്റ് എടുത്ത് എഴുതി, ഈ ടേമിന് ഞാൻ ഫസ്റ്റ് എഴുതി. പിന്നെ ഞാൻ ഈ dy ഇത് വരുന്ന ഈ ടേമിന് രണ്ടാമത് എഴുതി, ഇതിനെ മൂന്നാമത് എഴുതി. ഓക്കെ, മൈനസ് എഫ് വൈ അതെവിടുന്ന, ഇവിടെ ഒരാളില്ലേ, ഇയാൾ കേട്ടോ. ഇപ്പം നമ്മൾ ഇയാളെയാണ് എക്സ്പാൻഡ് ചെയ്തത്, പിന്നെ ഇയാളെയും കൂടെ ഇവിടെ കൊടുത്തു കേട്ടോ. ഓക്കെ, സോ ഇപ്പം നമുക്ക് കിട്ടിയ ആൾ, ഇതിനെ നമ്മൾ സ്റ്റേഷനറി ഫംഗ്ഷൻ ഓർ സ്റ്റേഷനറി കർവ് എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ 1ൻ്റെ വാല്യൂവിന് നമ്മൾ സ്റ്റേഷനറി വാല്യൂ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ അത്ര ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സൊല്യൂഷൻ യൂളർ ഇക്വേഷൻ വിച്ച് ആർ അൺറെസ്ട്രിക്റ്റഡ് ബൈ ബൗണ്ടറി കണ്ടീഷൻ ആർ കോൾഡ് എക്സ്ട്രീമൽ. പിന്നെ എഫ് വൈ ഡാഷ് 0 ആവാൻ പാടില്ല, 0 ആയി കഴിഞ്ഞാൽ അതെന്താവും, സെക്കൻഡ് ഓർഡർ ആവില്ല അല്ലേ, 0 ആവരുത് സെക്കൻഡ് ഓർഡർ ആവണമെങ്കിൽ അല്ലടോ, കാരണം ഇത് സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് 0 ആവാൻ പാടുണ്ടോ, ഇത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടാവില്ല, ഈ ടേം ഉണ്ടാവില്ല, അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഓർഡർ ആയി മാറും. അപ്പോൾ അത് വേണ്ട, എന്ത് ചെയ്യാം, സെക്കൻഡ് ഓർഡർ ആവണമെന്നുണ്ടെങ്കിൽ എഫ് വൈ ഡാഷ് എന്താണ് 0 ആവാൻ പാടില്ല. സോ നമ്മൾ ഇനി നമ്മൾ 3 കേസുകൾ കൺസിഡർ ചെയ്യണം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സും വൈയും മിസ്സിങ് ആണ് നോക്കാം. മിസ്സിങ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും എന്നറിയോ, എഫ് വൈ ഡാഷ് d²y/dx² ഈക്വൽ ടു 0. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു കൃത്യമാകും കേട്ടോ, ഈക്വൽ ടു 0 വരും. അപ്പോൾ എന്ത് ചെയ്യും, എഫ് വൈ ഡാഷ് എന്താ 0 ആവാൻ പാടില്ല, അപ്പോൾ ഇനി ഇയാൾക്ക് 0 ആയേ പറ്റൂ, ഇയാൾ 0, ഇയാൾ ഡബിൾ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വൈ ഏത് ഫോമിൽ വരണം, ഈ ഒരു ഫോമിൽ വരണം. അപ്പോൾ എക്സും വൈയും മിസ്സിങ് ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇതാണ്. ഓക്കെ, ദെൻ കേസ് 2, വൈ മാത്രം മിസ്സിങ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ 8 എന്തായി മാറും,
ഡി ബൈ ഡി എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന്. ഇത് 0 ആയി പോകും അല്ലേ, വൈ മിസ്സിങ് അല്ലേ, അപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് ഒരു കോൺസ്റ്റൻറ്റ് വരും. പിന്നെ സോൾവ് ചെയ്യാം. അതുപോലെ കേസ് സി, എക്സ് മിസ്സിങ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക ഇതാ യൂസ് ചെയ്യുക. ഓക്കെ, നോക്കാം ഇനി പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എങ്ങനെ വരികയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫൈൻഡ് ദ ഷോർട്ട്, ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് കർവ് ജോയിനിങ് x1 y1 ആൻഡ് x2 y2. നിങ്ങൾക്കറിയാം ഒരു ലൈന് 2 പോയിന്റ് ജോയിൻ ചെയ്താൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കർവ് സ്ട്രെയിറ്റ് ലൈനാണ്, നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ ഒരു ഇതിലൂടെ സോൾവ് അതാണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ഐ എടുക്കണം, നമുക്ക് മിനിമൈസ് ചെയ്യേണ്ട ഐ ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 to x2. നിങ്ങൾക്ക് ലൈനിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ, കർവ് 2 പോയിന്റുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇൻ്റഗ്രൽ x1 to x2, അതായത് ആ ലൈനിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ നിങ്ങൾക്ക് അറിയാം, ലെങ്ത്ത് കാണാൻ അറിയാം ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് അല്ലേ. ലെങ്ത്ത് ഇൻ്റഗ്രൽ √1 + y ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ ഫംഗ്ഷൻ ആരാ, ഇയാളല്ലേ വരിക, ഇതിൻ്റെ ഉള്ളിലുള്ള ഇയാളല്ലേ, f(x, y ഡാഷ് ഇയാളല്ലേ. ഇവിടെ ഈ ഫംഗ്ഷനിൽ ആരൊക്കെ മിസ്സിങ് ഉണ്ട്, എക്സും വൈയും മിസ്സിങ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് കേസാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ യൂളർ ഇക്വേഷൻ എന്തായി മാറും, ഇതല്ലേ വരിക, f(y ഡാഷ് d²y/dx² = 0 അല്ലേ വരിക. അങ്ങനെയല്ലേ നമ്മൾ കേസ് 1 പറഞ്ഞിട്ടുള്ളത്, എക്സും വൈയും മിസ്സിങ് ആണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, അതെടുത്തു, എക്സും വൈയും മിസ്സിങ് ആണ്, സോ യൂളർ ഇക്വേഷൻ ഇതാ വരിക എന്നെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലുള്ള ഓരോ ആളെയും കാണണം. അതായത് എഫ് നമുക്ക് തന്നിട്ടുണ്ട്, ആദ്യം f(y) കാണാം, പിന്നെ f(y) കാണണം, പിന്നെ d²y/x ഈ ഇക്വേഷനിലിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ f(y) കാണാമെന്ന് പറയുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ ആരാ, √1 + y ഡാഷ് ഹോൾ സ്ക്വയറാണ്. അപ്പോൾ √y ആണെങ്കിൽ എന്താ 1/2 √y വരും. അപ്പോൾ അതുപോലെ തന്നെ 1/2 √1 + y ഡാഷ് ഹോൾ സ്ക്വയർ വരും. ഇനി ഉള്ളത്തെ ആൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ 2y ഡാഷ് എന്ന് വരും. 2 കട്ടാകുമ്പോൾ y ഡാഷ്/1 + y ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി f(y) ഇപ്പോൾ കിട്ടിയതിനെ ഒന്നുകൂടെ ചെയ്യണം, വിത്ത് റെസ്പെക്ട് y ഡാഷിൽ നിന്ന് ചെയ്യണം. അപ്പോൾ f(y) എന്ത് വരും, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഹോൾ സ്ക്വയർ. ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യുമ്പോൾ 1/1 + y ഡാഷ് ഹോൾ സ്ക്വയർ ⁻³ എന്ന് വരും കേട്ടോ. ഇനി നമ്മൾ യൂളർ ഇക്വേഷൻ എന്താ, ഇതല്ലേ, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടിയ f(y) ഇൻറ്റു d²y/dx² = 0 എന്ന് എഴുതണം. ഇവിടെ ഇത് 0 ആവില്ല, അപ്പോൾ എന്താ d²y/dx² = 0. അപ്പോൾ dy/dx = c1 എന്ന് വരും, y = c1 x + c2 എന്ന് വരും അല്ലേ. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, y = mx + c എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് ഈ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇവിടെ. അപ്പോൾ y(x1) = y1 y(x2) = y2 രണ്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. c1x1 + c2 = y1, c1x2 + c2y2 = y2. അപ്പോൾ എന്ത് വരും, നമ്മൾ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, c2 സെയിം അല്ലേ, അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ c1 × x1 - x2 = y1 - y2 വരും. c1 = y1 - y2/x1 - x2 എന്ന് വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള c1ൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ y = എന്ത് വരും, ഇതിൽ y = c1x + c2 എന്നല്ലേ, അപ്പോൾ അതിൽ c1ൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇതിൽ y = c1 y1 - y2/x1 - x2 × x + y1 - x1 ഓക്കെ. സോ ഈ y1 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ അത് വരും y1 - y2/x1 - x2 എന്ന് വരും. അപ്പോൾ എന്തായി, ആ x - x2 ഇങ്ങോട്ട് താഴത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് കിട്ടും, y - y1/x - x1 = y1 - y2/x1 - x2. നമുക്കറിയുന്ന ഇക്വേഷൻ അല്ലേ ഇത്. 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ലോപ്പ് ഈക്വലാ അല്ലേ. അതിൻ്റെ ഇക്വേഷനാണ് ഈ ഒരു ഓക്കെ, ലൈൻ്റെ ഇക്വേഷൻ തന്നെയാണ് അല്ലേ. ഓക്കെ, സോറി. ദെൻ ഫൈൻഡ് ദ കർവ് ജോയിനിങ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
അതായത് നമ്മൾ ഒരു കർവ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന മിനിമം ഏരിയ, അതായത് ഇപ്പോൾ ഞാനൊരു കർവ് എടുത്തു, ഈ ഒരു കർവിന് എപ്പോഴാണ് എനിക്കതിൽ മിനിമം ഏരിയ കിട്ടുക? ഓക്കെ, റിവോൾവിങ് അബൌട്ട് എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് ഒരു കർവ് ഇതിനെയാണ്. അപ്പോൾ എന്ത് വരും? I equal to integral x1 to x2 2 pi by root of 1 plus y dash whole square dx. ഇവിടെ ഫംഗ്ഷൻ ആരാ? ഇതല്ലേ വരിക. ഇവിടെ ആരൊക്കെ മിസ്സിങ്? എക്സ് മാത്രമേ മിസ്സിങ് ഉള്ളൂ. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു C1 എന്ന് വരും അല്ലേ. അപ്പോൾ 2 pi y, ഇതിൽ ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈ ഡാഷ് ഓക്കെ എഫ് ആരാതല്ലേ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷിൽ. സോ 2 pi y y ബൈ 1 റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വരും. മൈനസ് എന്ത് വരും? 2 pi y എഫിന് ഇവിടെ കൊടുക്കണ്ടേ? അല്ല, ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കൂടെ ചെയ്തു. ഇവിടെ ഒന്ന് ചെയ്തതാണ് ഇവിടെ കേട്ടോ, സെപ്പറേറ്റ് എടുത്ത് ചെയ്തിട്ടില്ല, ഒന്ന് ചെയ്തതാണ്. സോ ഈക്വൽ ടു C1 വരും. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. മൈനസ് 2 pi y ബൈ, ഇനി വൈ ഡാഷ് ഹോൾ സ്ക്വയറും മൈനസ് വൈ ഡാഷ് ഹോൾ സ്ക്വയറും കട്ടായി പോകും. ബാക്കി മൈനസ് 2 pi y ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു C1 വരും. ഇനി എന്താണ് 2 പൈനെ താഴ്ത്തിക്കൊണ്ടേ, അപ്പോൾ ഈക്വൽ ടു C2 ഈക്വൽ ടു വൈ ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വരും. രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ എന്ന് വരും. ഞാൻ അതിനപ്പുറത്ത് കൊണ്ടായാൽ വൈ സ്ക്വയർ ഈക്വൽ ടു C2 സ്ക്വയർ പ്ലസ് C2 ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഞാൻ ഈ C2ന് അപ്പുറത്തുണ്ടായാൽ റൂട്ട് എടുത്താൽ റൂട്ട് ഓഫ് വൈ സ്ക്വയർ മൈനസ് C2 സ്ക്വയർ ഈക്വൽ ടു C2 വൈ വൺ വരും. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കൊരു ഇക്വേഷന് കിട്ടും. ഫൈൻഡ് ദ കർവ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇതിനെ കിട്ടുന്ന ഈ പറഞ്ഞിട്ട് കിട്ടുന്ന ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ കാറ്റനറി എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഫസ്റ്റത്തെ പ്രോബ്ലം നമ്മൾ ആ ലൈനിൻ്റെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഫൈൻഡ് ദ കർവ് ഓഫ്, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കർവ് ഓഫ് ക്വിക്കസ്റ്റ് ഡിസെൻറ്റ് ഫ്രം x1 y1 ടു x2 y2. ജസ്റ്റ് ഏതാ കേസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്ര ഇവിടെ ചെയ്യാനുള്ളൂ. ആ യൂളർ ഇക്വേഷൻ പഠിച്ച് വെക്കുക, അതിൻ്റെ 3 കേസുകളും പഠിച്ച് വെക്കുക, ഈ പ്രോബ്ലം പഠിക്കുക കേട്ടോ. ഫൈൻഡ് ദ കർവ് ഓഫ് ക്വിക്കസ്റ്റ് ഡിസെൻറ്റ്. ക്വിക്കസ്റ്റ് ഡിസെൻറ്റ് കാണാൻ ഇക്വേഷൻ ഞാൻ ഈ ഒരു കഴിഞ്ഞ സെക്ഷനിലെങ്ങാനും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഈക്വൽ ടു ഇതാണ് ആ ഫംഗ്ഷൻ അല്ലേ, റൂട്ട് ഓഫ് എന്താണ് റിവോൾവ് അബൌട്ട് ഏരിയ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ ബൈ റൂട്ട് ഓഫ് 2gy. എക്സ് അവിടെ മിസ്സിങ് ആണ് അല്ലേ. സോ നമ്മൾ യൂസ് ചെയ്യുക കേസ്, ഈ ഒരു കേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു എഫ് ഓഫ് ഓഫ് ബൈ ഡോ വൈ ഡാഷ് മൈനസ് എഫ് ഈക്വൽ ടു C1. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ വൈ ഡാഷ് കാണണം, നമുക്ക് എഫ് തന്നിട്ടുണ്ട്, അതിവിടെ കാണണം. അതുകൊണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഒന്ന് അറേഞ്ച് ചെയ്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുക ഒരു സൈക്ലോയിഡാണ് കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്ത പ്രോബ്ലം, 2 പ്രോബ്ലം ഹോംവർക്കാണ്. ഇവിടെ എഫ് വന്നിട്ടുണ്ട്, ഇവിടെ ആരാ മിസ്സിങ് ഉള്ളത് നോക്കുക, ഏത് കേസാണ് നോക്കുക, അതെടുത്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ സിമ്പിളാണ് ഈ സെക്ഷൻ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. യൂളർ ഇക്വേഷൻ പഠിക്കണം, 2 കേസുകളും പഠിക്കണം, 3 കേസും പഠിക്കണം, അതിൻ്റെ പ്രോബ്ലംസും. കേസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഒരു എത്തുന്ന രൂപം മൈൻഡിലുണ്ടാവണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്.